ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECET അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന KSEBയുടെ മസ്തൂർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ പറയുന്ന KSEB മസ്തൂർ അല്ലെങ്കിൽ ഈ പറയുന്ന മസ്തൂർ അല്ലല്ലേ, ഇപ്പം ഇലക്ട്രിക്കൽ വർക്കറാണ്. അതിന് ഇപ്പോൾ പ്രൊമോഷൻ സാധ്യതകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് 2011 അവസാനമായി വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു ചെറിയ പോർഷനാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2011 അവസാനമായിട്ട് ഈ പറയുന്ന KSEB മസ്തൂർ എന്ന വിഭാഗത്തിലേക്ക് എന്ത് ചെയ്ത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. 2011 നോട്ടിഫിക്കേഷൻ വിളിക്കുകയും 2013 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2013 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും 4030 അടുപ്പിച്ച എന്ത് ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ പറയുന്ന 10,000-15,000 വരുന്ന ആളുകളുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് 4,000 വരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന രീതിയിൽ നിയമിച്ചിട്ടുണ്ടായിരുന്ന ഒരു തസ്തികയും കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന KSEB മസ്തൂർ എന്ന് പറയുന്നത്. ഈ 2011 ശേഷം യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വർഷങ്ങളിൽ ഈ പറയുന്ന PSC, നമ്മുടെ കേരള PSC ഈ പറയുന്ന KSEBയോട് കൂടി തന്നെ KSEBയോട് അവർ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന PSC 985 വരുന്ന വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പറയുന്ന അടുത്തിടെ ഈ പറയുന്ന ചേർന്നിട്ടുണ്ടായിരുന്ന PSCയുടെ ഈ പറയുന്ന യോഗ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ ഏപ്രിൽ 30 അവരെ പുറത്തിറക്കുന്ന നോട്ടിഫിക്കേഷൻസിൽ PSC പുറത്തിറക്കുന്ന നോട്ടിഫിക്കേഷൻസിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് എന്തിനെ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന KSEB മസ്തൂർ അല്ലെങ്കിൽ പറയുന്ന ഇലക്ട്രിക്കൽ വർക്കറിന് എന്തിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ പറയുന്ന പ്രീവിയസ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇനി എന്താണ് ആ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻ വർഷത്തെ നോട്ടിഫിക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് 10ാം ക്ലാസ് പാസ്സാവരുത്, 4ാം ക്ലാസ് പാസ്സായിരിക്കണം, അതേപോലെ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുതുക്കിയ ക്വാളിഫിക്കേഷൻ നോക്കിയേ, പുതുക്കിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അത് മാത്രമാണോ? അല്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം അല്ലെ, അതിന് തത്തുല്യം ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്ന 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡിൽ ഒരു ITA സർട്ടിഫിക്കറ്റ് അല്ലെ, നാഷണൽ സ്റ്റേറ്റ് ITA സർട്ടിഫിക്കറ്റ് 2 വർഷത്തെ ITA സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് കൂടാതെ അതോടെ ബന്ധപ്പെട്ട കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടെ എന്ത് ചെയ്യുന്നത് അത് പറഞ്ഞു വെക്കുന്നു. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന മസ്തൂർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് ജോബ് അല്ല. നമുക്ക് ഈ പറയുന്ന ഫീൽഡിൽ ഇറങ്ങി പണി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യും വരുമെന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വട്ടം സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതായിരുന്നു. ഈ വട്ടം സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഇതോടെ ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും മറ്റു കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ പറയുന്ന 985 ഒഴിവുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വിജ്ഞാപനം വരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിൽ 4020ഓളം പേരെ എന്ത് ചെയ്തിരുന്നു? നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ജില്ലകളിലായിട്ട് നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം വിവിധ ജില്ലകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വേക്കൻസികളുടെ എണ്ണം എന്ന് പറയുന്നത് 985 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം ജില്ലയിലാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ പറയുന്ന എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം അവിടെ കാണാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ ഈ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയും കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ. ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് ഇപ്പൊ വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഈ പറയുന്ന മസ്തൂർ എന്ന് പറയുന്ന പരീക്ഷ. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ പ്രൊമോഷൻ സാധ്യതകളിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആദ്യം ഒരു ഇലക്ട്രിക്കൽ വർക്കർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഒരു ഉദ്യോഗം കിട്ടി വരുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ലൈൻമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് കയറുന്നത്. ലൈൻമാൻ 2 എന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് കയറുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ ലൈൻമാൻ 2 എന്ന തസ്തികയിൽ നിന്ന് പൊതുവെ ഈ പറഞ്ഞ ലൈൻമാൻ 1ലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാറാറുണ്ട് എന്നുള്ളതാണ്. ഈ ലൈൻമാൻ 1ലേക്ക് മാറിയതിനു ശേഷം ലൈൻമാൻ 1 പിന്നെ എന്തിലേക്ക് മാറാറുണ്ട്? ലൈൻമാൻ 1 നിന്ന് ഓവർസിയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവെ ഉയരാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഓവർസിയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്ന പുതിയ ആളുകൾ ഉയരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊമോഷൻ സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഓവർസിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മീറ്റർ റീഡറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയങ്ങൾ നമുക്ക് ഈ പറയുന്ന സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചിലര് മാറാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ,
പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ മറ്റ് ഒരുപാട് സംവിധാനം നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ സബ് എഞ്ചിനീയറിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്ക് മറ്റൊക്കെ എന്തുകൊണ്ട് പൊതുവെ ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ഈ പ്രൊമോഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് പോകാറുണ്ട്. പക്ഷെ പൊതുവെ ഈ പറയുന്ന ഓവർസിയർ വരെ അല്ലെങ്കിൽ ഈ പറയുന്ന സബ് എഞ്ചിനീയർ വരെ ഒക്കെ എന്തുകൊണ്ട് പൊതുവെ ആളുകൾ പോകാറുണ്ട്, അല്ലെങ്കിൽ പറയുന്ന പ്രൊമോഷൻ കിട്ടി പോകാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്ഥാനം വരെ ഏറ്റവും ഹൈ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഓവർസിയർ അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മസ്തൂർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എത്തി നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രത്തോളം ഈ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഈ പറയുന്ന KSI മസ്തൂർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രത്തോളം പ്രൊമോഷൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന KSIയുടെ പ്രത്യേകതയാണ് ഇത്തരത്തിൽ എന്താണ് പ്രൊമോഷൻ കിട്ടി ഹയർ പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നത്, ഈ ITI കഴിഞ്ഞിട്ടുണ്ടാകുന്ന നിൽക്കുന്ന ITI കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ജോലിയൊക്കെ നോക്കി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ KSIയിലേക്ക് അല്ലെങ്കിൽ തസ്തികയിലേക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നത് ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു തസ്തികയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ KSI മസ്തൂറായിട്ട് KSIയിൽ ഒരു ജോലി ഈ പറയുന്നത് നേടിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ASDB അക്കാഡമിയിൽ നമ്മൾ KSI മാസ്റ്റർ ഇലക്ട്രിക്കൽ വർക്കറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സ്ട്രക്ചേർഡ് ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ആഴ്ചയിലും വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കാണും. അതുകൂടാതെ തന്നെ സിലബസ് ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDF ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ വർഷങ്ങളായിട്ട് ഈ പറയുന്ന മേഖലയിൽ പഠിപ്പിച്ച് വളരെയധികം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ സഹായത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കോഴ്സിലേക്ക് പഠിക്കാനും പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു തസ്തികയിലേക്ക് പഠിച്ച് മുന്നോട്ടൊക്കെ പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ ഈ പറയുന്ന കോൺഫിഡൻസോട് കൂടി തന്നെ പരീക്ഷകൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക. വളരെ കോൺഫിഡൻറ്റ് കൂടി തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ കോഴ്സുകളോട് ബന്ധപ്പെട്ടോ ക്ലാസ്സുകളോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ തുടങ്ങുകയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. സംശയങ്ങളോ അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും ഈ പറയുന്ന സജഷൻസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നത് പഠിച്ചു തുടങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു, ബൈ.